ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഏജ് ലിമിറ്റും അതുപോലെ തന്നെ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് വരാം. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് സി സിവിലിയനിലേക്കുള്ള ടോട്ടൽ വേക്കൻസി നോക്കിക്കഴിഞ്ഞാൽ 197 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. ഇനി എയർഫോഴ്സിലേക്കുള്ള വിവിധതരം സെൻറ്ററുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്, വിവിധതരം പോസ്റ്റുകളിലേക്ക്. അപ്പോൾ ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ എയർഫോഴ്സ് വായുസേന നാഗ്പൂരിലേക്ക് കുക്കിലേക്ക് ഒരു വേക്കൻസി, MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് 2 വേക്കൻസി. രണ്ടാമത്തേത് AOC എയർഫോഴ്സ് സ്റ്റേഷൻ ചാക്കേരി കാൺപൂരിലേക്ക് ലോണ്ട്രിമാന് ഒരു വേക്കൻസി. മൂന്നാമത്തേത് CO1 ബേസ് റിപ്പയർ ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ചാക്കേരി കാൺപൂരിലേക്ക് C&SMWയിലേക്ക് ഒരു വേക്കൻസി. അക്കൗണ്ട് മെക്കിലേക്ക് ഒരു വേക്കൻസി. കാർപ്പൻ്ററിലേക്ക് 2 വേക്കൻസി. MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് 4 വേക്കൻസി. നാലാമത്തേത് AOC ബേസ് റിപ്പയർ ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ചണ്ഡീഗഡിലേക്ക് സുബ്ഡറ്റ് സ്റ്റോറിലേക്ക് 3 വേക്കൻസി. കാർപ്പൻ്ററിലേക്ക് 5 വേക്കൻസി. പെയിൻറ്ററിലേക്ക് 1 വേക്കൻസി. ഇനി അഞ്ചാമത്തേത് CO4 ബേസ് റിപ്പയർ ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ചാക്കേരി കാൺപൂരിലേക്ക് കാർപ്പൻ്ററിലേക്ക് 1 വേക്കൻസി. ഫിറ്ററിലേക്ക് 3 വേക്കൻസി. AOC ബേസ് റിപ്പയർ ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ സുലൂറിലേക്ക് നമുക്ക് LDCയിലേക്ക് 3 വേക്കൻസി. കുക്കിലേക്ക് 4 വേക്കൻസി. അക്കൗണ്ട് മെക്കിലേക്ക് 1 വേക്കൻസി. കാർപ്പൻ്ററിലേക്ക് 1 വേക്കൻസി. MTSയിലേക്ക് 5 വേക്കൻസി. CO ബേസ് റിപ്പയർ ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ആവടി ചെന്നൈയിലേക്ക് MTSയിലേക്ക് 1 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. എട്ടാമത്തത് AOC ബേസ് റിപ്പയർ ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ചന്ദൻ നഗർ, അവിടേക്ക് പറഞ്ഞിട്ടുള്ളത് 6 വേക്കൻസിയാണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഒമ്പതാമത്തത് ബേസ് റിപ്പയർ ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ഓജ്ഹാറിലേക്കാണ്, അവിടേക്ക് ലോണ്ട്രിമാൻ 1 വേക്കൻസി. AOC എയർഫോഴ്സ് സ്റ്റേഷൻ ബാനി ക്യാമ്പ് നാജ്ഗർഫിലേക്ക് ന്യൂഡൽഹിയിലേക്ക് കുക്കിലേക്ക് 4 വേക്കൻസി. പെയിൻറ്ററിലേക്ക് 1 വേക്കൻസി. ഇനി 11ാമത്തത് ബേസ് റിപ്പയർ ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ബോജ്ഹാറിലേക്ക് സുബ്ഡറ്റ് സ്റ്റോറിലേക്ക് 1 വേക്കൻസി. കുക്കിലേക്ക് 1 വേക്കൻസി. ടൈലറിലേക്ക് 5 വേക്കൻസി. ഇനി 13ാമത്തത് AOC എക്യുപ്മെൻറ്റ് ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ആവടി, അതിലേക്ക് സുബ്ഡറ്റ് സ്റ്റോറിലേക്ക് 9 വേക്കൻസി. സ്റ്റോർ കീപ്പറിലേക്ക് 5 വേക്കൻസി. LDCയിലേക്ക് 6 വേക്കൻസി. മെസ് സ്റ്റാഫിലേക്ക് 1 വേക്കൻസി. MTSയിലേക്ക് 5 വേക്കൻസി. ഇതിനകത്ത് 14ാമത്തെ AOC എക്യുപ്മെൻറ്റ് ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ മനോഹരിലേക്ക് സുബ്ഡറ്റ് സ്റ്റോറിലേക്ക് 4 വേക്കൻസി. സ്റ്റോർ കീപ്പറിലേക്ക് 1 വേക്കൻസി. കാർപ്പൻ്ററിലേക്ക് 4 വേക്കൻസി. പെയിൻറ്ററിലേക്ക് 2 വേക്കൻസി. MTSയിലേക്ക് 10 വേക്കൻസി. 15ാമത്തത് എക്യുപ്മെൻറ്റ് ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ഡെവാലയിലേക്ക് സുബ്ഡറ്റ് സ്റ്റോറിലേക്ക് 7 വേക്കൻസി. സ്റ്റോർ കീപ്പറിലേക്ക് 2 വേക്കൻസി. MTSയിലേക്ക് 9 വേക്കൻസി. എക്യുപ്മെൻറ്റ് ഡിപ്പോട്ട് എയർഫോഴ്സ് വാമനപുര പോസ്റ്റിലേക്ക് സുബ്ഡറ്റ് സ്റ്റോറിലേക്ക് 6 വേക്കൻസി. സ്റ്റോർ കീപ്പറിലേക്ക് 3 വേക്കൻസി. MTSയിലേക്ക് 4 വേക്കൻസി. അടുത്ത് ഉപ്സഗാർ ഡിപ്പോട്ട് എയർഫോഴ്സ് സ്റ്റേഷൻ ചാക്കേരി കാൺപൂരിലേക്ക് സുബ്ഡറ്റ് സ്റ്റോറിലേക്ക് 4 വേക്കൻസി. ട്രേഡ്സ്മാനിലേക്ക് 7 വേക്കൻസി. MTSയിലേക്ക് 3 വേക്കൻസി. അടുത്ത് HQ ഈസ്റ്റേൺ എയർ കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ്, അതിലേക്ക് ഉള്ള സെൻറ്റർ നോക്കുകയാണെങ്കിൽ എയർ ഓഫീസർ കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ ജോർഹാൾ ആസാമിലേക്ക് സുബ്ഡറ്റ് സ്റ്റോറിലേക്ക് 3 വേക്കൻസി. കുക്കിലേക്ക് 1 വേക്കൻസി. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് 3 വേക്കൻസി. അടുത്ത സെൻറ്റർ നോക്കുകയാണെങ്കിൽ എയർഫോഴ്സ് സ്റ്റേഷൻ ജോഹട്ടിലേക്ക് ആസാമിലേക്ക് കുക്കിലേക്ക് 2 വേക്കൻസി. അടുത്തത് നോക്കുകയാണെങ്കിൽ വിജയനഗർ എയർഫോഴ്സ് സ്റ്റേഷൻ ജോഹട്ടിലേക്ക് കുക്കിലേക്ക് 1 വേക്കൻസി. ഇനി അടുത്ത പോസ്റ്റൽ അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ എയർ ഓഫീസർ കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ തെസ്പൂർ ആസാമിലേക്ക് കുക്കിലേക്ക് 2 വേക്കൻസി. MS സ്റ്റാഫിലേക്ക് 1 വേക്കൻസി. ഇതിനടുത്ത് എയർഫോഴ്സ് സ്റ്റേഷൻ തെസ്പൂർ ആസാമിലേക്ക് കുക്കിലേക്ക് 2 വേക്കൻസി. MS സ്റ്റാഫിലേക്ക് 3 വേക്കൻസി. എയർഫോഴ്സ് സ്റ്റേഷൻ കമാൻഡിങ് എയർഫോഴ്സ് സ്റ്റേഷൻ ഗാർഫാൾ ആസാമിലേക്ക് സ്റ്റോർ കീപ്പറിലേക്ക് 1 വേക്കൻസി. അടുത്ത് എയർ ഓഫീസർ കമാൻഡിങ് എയർഫോഴ്സ് ഹോസ്പിറ്റൽ ജോർഹട്ട് ആസാമിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് 5 വേക്കൻസി. കമാൻഡിങ് ഓഫീസർ ഹെഡ് ക്വാർട്ടർ ഈസ്റ്റേൺ എയർ കമാൻഡൻറ്റ് എയർഫോഴ്സ് ഷിലോങ് മേഘാലയസിലേക്ക് സുബ്ഡറ്റ് സ്റ്റോറിലേക്ക് 1 വേക്കൻസി. ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് 1 വേക്കൻസി. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് 6 വേക്കൻസി. അടുത്തത് HQ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് IAFലേക്ക്, അതിലേക്ക് ലാഹഗോണിലേക്ക് MTSന് 10 വേക്കൻസി.
എയർഫോഴ്സ് സ്റ്റേഷൻ രത്നടയിലേക്ക് കാർപ്പൻ്ററിലേക്ക് ഒരു വേക്കൻസി. അടുത്ത ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് കമാൻഡിംഗ് ഓഫീസർ ഇൻ്റലിജൻസ് സ്കൂൾ ആകാശ് നഗറിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് ഒരു വേക്കൻസി. ഇങ്ങനെ ടോട്ടൽ 197 വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 3 വർഷത്തെ ഇളവ് OBC കാൻഡിഡേറ്റ്സിനും 5 വർഷത്തെ ഇളവ് SC/ST കാൻഡിഡേറ്റ്സിനും 10 വർഷത്തെ ഇളവ് PWD കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ സുബ്ഡെറ്റ് സ്റ്റോറിലേക്ക് ഡിഗ്രി പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ 35 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷിലും 30 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഹിന്ദിയിലും പറയുന്നുണ്ട്. സ്റ്റോർ കീപ്പറിലേക്ക് +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. കുക്കിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. 1 ഇയർ എക്സ്പീരിയൻസും. പിന്നീട് പെയിൻറ്ററിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു ട്രേഡ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. പിന്നീട് കാർപ്പൻ്ററിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റും വേണം. കോപ്പർ സ്മിത്ത് ഓർ ഷീറ്റ് മെറ്റൽ വർക്കിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ട്രേഡ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. അക്കൗണ്ട് മെക്കിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. കൂടെ ഒരു സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. ഫിറ്ററിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. കൂടെ ITI സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ലോണ്ടറി മാനിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. 1 ഇയർ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. മെസ് സ്റ്റാഫിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. 1 ഇയർ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1 ഇയർ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ടൈലറിലേക്കും 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. ITI സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ട്രേഡ്സ്മാനിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം. പിന്നീട് ഹിന്ദി ടൈപ്പിസ്റ്റിലേക്ക് +2 പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 35 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷിലും 30 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഹിന്ദിയിലും അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയുന്നത്. പിന്നീട് ഇതിലേക്ക് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയായിട്ടാണ്. ഓഫ്ലൈൻ വഴിയായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതിയെല്ലാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫ്ലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ഫോർമാറ്റ് ഇതാണ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമ്മൾ ഓഫ്ലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 7 വരെ നമുക്കിതിന് ഓഫ്ലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. പിന്നീട് ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് പോസ്റ്റ് വഴി ഇത് അയക്കരുത്. ഓർഡിനറി പോസ്റ്റ് വഴിയാണ് നമ്മളിത് അയക്കേണ്ടത്. സ്പീഡ് പോസ്റ്റ് വഴി അയച്ചാൽ അവരത് റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് നിൽക്കാതെ അതിന് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.